BJP 400 സീറ്റ് നേടുമോ എന്നൊരു ചോദ്യം വ്യാപകമായി തന്നെ വരുന്നു. എന്തിനേറെ പറയുന്നു, BJPയുടെ പ്രവർത്തകരും അനുഭാവികളും പോലെ ചോദിക്കുന്നു 400 സീറ്റ് നേടാൻ കഴിയുമോ, കാരണം മോദി പറഞ്ഞത് വെറുതെയാകുമോ എന്ന്. എന്നാൽ കഴിഞ്ഞ ദിവസം ടൈംസ് നൗവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ഒരു ഇന്റർവ്യൂവിൽ കണക്കുകൾ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. കൃത്യമായി തന്നെ പറയുന്നു 400 സീറ്റ് നേടുമെന്ന്. അതിന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: 2019 ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് ഈ 359 സീറ്റുകളുമായിട്ടാണ്. അതായത് 303 BJP തനിച്ചും അവർ സഖ്യകക്ഷികൾ ഉൾപ്പെടെ 359 സീറ്റുമായിട്ടാണ് ഞങ്ങൾ 2019 എത്തുന്നത്. അതിനുശേഷം ആന്ധ്രാപ്രദേശിലെ ഒഡീഷയിലെ പാർട്ടികൾ കൂടി ഞങ്ങളോടൊപ്പം ചേർന്നു. അവർക്ക് 35 സീറ്റുണ്ട്. അതായത് YSR കോൺഗ്രസും BJDയുടെ കാര്യമാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത്. 35 സീറ്റുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 390 സീറ്റുകൾ BJPക്കും സഖ്യകക്ഷികൾക്കും കൂടി നിലവിലുണ്ട്. 2014 400 MPമാരുടെ പിന്തുണയോടുകൂടിയാണ് താൻ അധികാരത്തിൽ വന്നത്. അങ്ങനെ 390 സീറ്റുകൾ ഇപ്പോൾ നിലവിൽ ഉള്ളപ്പോൾ താൻ എന്തിന് ഭയക്കണം? 400 എന്ന ഒരു വെറുതെ പറയുന്ന സംഖ്യയല്ല, 400-ന് മുകളിൽ തന്നെ നേടുക തന്നെ ചെയ്യുമെന്ന്. ഏതായാലും ഈ കണക്ക് വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഈ കണക്ക് യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും 400 എന്ന BJP ഈ ലക്ഷ്യം വെച്ചിരിക്കുന്ന ആ സീറ്റുകളുടെ എണ്ണം അത് ഒട്ടും അതിശയോക്തി കലർന്നതല്ല, ഒരു യാഥാർത്ഥ്യമാണ്. കാരണം നിലവിൽ അവർക്ക് ഈ MPമാരുടെ എല്ലാം കൂടി പിന്തുണ വരുമ്പോഴത്തേക്കും ഏതാണ്ട് 394 സീറ്റിനടുത്ത് വരുന്നുണ്ട്. ഈ 394 സീറ്റിനേക്കാൾ അധികം, ഒരു 6 സീറ്റ് കൂടെ അധികമാണ് അവർ ഈ 400+ എന്ന് പറയുന്നത്. ഏതായാലും അതിന് കൃത്യമായ ഒരു ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നൽകിയിരിക്കുന്നു. ഏതായാലും ഈ ഇന്റർവ്യൂവിൻ്റെ വീഡിയോ ഭാഗങ്ങൾ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.